ടൂർണമെന്റിലെ തന്റെ ഏറ്റവും മികച്ച പ്രകടനം കലാശപ്പോരിന്റെ ആവേശത്തിലേക്ക് കാത്തുവെച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ന്യൂസിലാൻഡ് ബാറ്റർമാർക്ക് ശ്വാസം വിടാൻ പോലും അവസരം നൽകാതെ വരിഞ്ഞു മുറുക്കി കറക്കി വീഴ്ത്തിയ സ്പിന്നർമാർ തുടർച്ചയായ വിക്കറ്റ് വീണാലും സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ ക്രീസിൽ ഉറച്ചു നിന്ന മധ്യനിരയുടെ നിശ്ചയദാർഢ്യം ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ദുബായിലെ നിഷ്പക്ഷ വേദിയെ നീലക്കടലാക്കി മാറ്റിയ ആരാധക കൂട്ടം. മത്സരം നടന്ന ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ഒറ്റ വേദിയിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരം മുതൽ ന്യൂസിലാൻഡിനെതിരായ കലാശ പോരാട്ടം വരെ ഒറ്റക്കെട്ടായി പൊരുതിയ ടീം ഇന്ത്യ. വർഷങ്ങൾ കാത്തിരുന്ന് നേടിയ T20 ലോക കിരീടത്തിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിനായി ഇന്ത്യൻ താരങ്ങളും ആരാധകരും അതിയായി ആഗ്രഹിച്ചപ്പോൾ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ പ്രപഞ്ചം തന്നെ ഒന്നടങ്കം ആഗ്രഹ സഫലീകരണത്തിന് കൂട്ടുനിന്നു. ഒരു 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടു. ഇടയ്ക്ക് കുറെ ആശങ്കയുടെ നിമിഷമുണ്ടെങ്കിലും വിജയവഴിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും തെന്നി മാറാതെ മുന്നേറിയ ഇന്ത്യ 4 വിക്കറ്റിനാണ് ന്യൂസിലാൻഡിനെ തകർത്തത്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 6 പന്തും 4 വിക്കറ്റും ബാക്കി നിൽക്കെയാണ് ഇന്ത്യ അനായാസം വിജയത്തിലെത്തിയത്. തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് തുണയായത്. രോഹിത് 83 പന്തിൽ 7 ഫോറും 3 സിക്സും സഹിതം 76 റൺസ് എടുത്തു. ഓപ്പണിംഗ് വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിനോടൊപ്പം രോഹിത് പടർത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായത്. ഇന്ത്യൻ നിരയിൽ ശ്രേയസ് അയ്യർ 62 പന്തിൽ 48 റൺസും ശുഭ്മാൻ ഗിൽ 50 പന്തിൽ 31 റൺസും അക്ഷർ പട്ടേൽ 40 പന്തിൽ 29 റൺസും ഹാർദിക് പാണ്ഡ്യ 18 പന്തിൽ 18 റൺസുമായി തിളങ്ങി. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യയുടെ സെഞ്ചുറി കൂട്ടുകെട്ടുമായി മുന്നേറവേ സ്കോർ 105 നിൽക്കെ ശുഭ്മാൻ ഗില്ലിനെ മിച്ചൽ സാന്റ്നറുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് വീണ്ടും ഒരു അത്ഭുത ക്യാച്ചിലൂടെ പുറത്താക്കിയത് നിർണായകമായി. ശൂന്യതയിൽ നിന്ന് ഫിലിപ്സ് സമ്മാനിച്ച വിക്കറ്റിന്റെ ആവേശത്തിൽ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയ ന്യൂസിലാൻഡ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയെയും പുറത്താക്കി മത്സരം ആവേശകരമാക്കി. ബ്രേസ്വെല്ലിന്റെ പന്തിൽ LBയിൽ കുരുങ്ങി കോഹ്ലി പുറത്തായത് ആരാധകർക്ക് ഞെട്ടലായി. കോഹ്ലി DRS എടുത്തെങ്കിലും തീരുമാനം അനുകൂലമായില്ല. 2 പന്ത് നേരിട്ട് ഒറ്റ റണ്ണെടുത്താണ് കോഹ്ലി മടങ്ങിയത്. സെഞ്ചുറിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രോഹിത് ശർമ്മ ഇടയ്ക്ക് റൺനിരക്കിലുണ്ടായ വർധനവിന്റെ സമ്മർദ്ദത്തിൽ അനാവശ്യ ഷോട്ടിന് പോയാണ് വിക്കറ്റ് കളഞ്ഞത്. മധ്യനിരയിൽ അക്ഷർ പട്ടേലും ശ്രേയസ് അയ്യരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഇന്ത്യക്ക് തുണയായി. 71 പന്തുകൾ നേരിട്ട് 65 റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത്. കളിയുടെ അവസാനം ഹാർദിക് പാണ്ഡ്യ തകർപ്പൻ സിക്സറും ഫോറും സഹിതം ആത്മവിശ്വാസം പകർന്നെങ്കിലും സ്കോർ 241 നിൽക്കെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായി. KL ജാമിസന്റെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച പാണ്ഡ്യ ജാമിസന് തന്നെ ക്യാച്ച് സമ്മാനിച്ചാണ് പുറത്തായത്. പിന്നീട് ജഡേജയും രാഹുലും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസാണ് എടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ ഡാരൽ മിച്ചലാണ് ന്യൂസിലാൻഡിന്റെ ടോപ്പ് സ്കോറർ. 101 പന്തിൽ 63 റൺസാണ് മിച്ചൽ നേടിയത്. ന്യൂസിലാൻഡിനായി രച്ചിൻ രവീന്ദ്ര 29 പന്തിൽ 37 റൺസും മിച്ചൽ ബ്രാസിൽ 40 പന്തിൽ 53 റൺസും ഗ്ലെൻ ഫിലിപ്സ് 52 പന്തിൽ 34 റൺസിൽ നേടാനായുള്ളൂ. മറ്റാർക്കും കളിയിൽ വലിയ രീതിയിൽ തിളങ്ങാൻ സാധിച്ചില്ല. കിവീസിന്റെ തുടക്കം അത്ര മോശമല്ലായിരുന്നു. ആദ്യ 7 ഓവറുകളിൽ ന്യൂസിലാൻഡ് 50 റൺസ് കടന്നു. മുഹമ്മദ് ഷമിയും ഹാർദിക് പാണ്ഡ്യയും എറിഞ്ഞ ആദ്യ ഓവറുകളിൽ ന്യൂസിലാൻഡ് തകർത്തടിച്ചതോടെ ഇന്ത്യ സ്പിന്നർമാരെ ഇറക്കി. വരുൺ ചക്രവർത്തി എറിഞ്ഞ 8ാം ഓവറിൽ വിൽ യങ്ങിനെ LBWയിലാക്കിയത് മത്സരത്തിന് വഴിത്തിരിവായി. ഇന്ത്യക്കായി സ്പിന്നർമാരായ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും 2 വിക്കറ്റുകൾ വീതവും രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും നേടി. ഫൈനലിൽ 83 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദ മാച്ച്. ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച രച്ചിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്.